ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീമോൺ സ്ലെയർ എന്ന് പറഞ്ഞ ആനിമയുടെ ഫസ്റ്റ് സീസണിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഈ ഡീമോൺ സ്ലെയർ എന്ന് പറഞ്ഞ ആനിമ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ആനിമ എന്ന് വേണമെങ്കിൽ പറയാം. ആനിമ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് എനിക്കൊരു ഒരു ബമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡീമോൺ സ്ലെയർ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇതിൻ്റെ സ്റ്റോറി ലൈനും പ്ലോട്ടിങ് ഒക്കെ അത്രയ്ക്ക് എൻഗേജിങ് ആണ്. ഇതിൻ്റെ മേക്കിങ്, ഈ ആനിമയുടെ മേക്കിങ് അത്രയ്ക്ക് എൻഗേജിങ് ആണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കഥകളാണ്. ഓരോ എപ്പിസോഡും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു തീരുമ്പോൾ അടുത്തത് കാണണം എന്നുള്ള ഒരു ത്രെഡ് അവർ കൊടുത്തിട്ടാണ് നിർത്തുക. കാരണം കാണാണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ട് തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ട് പോണ ഒരു പ്ലോട്ടിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ കളർ ഗ്രേഡിയൻസ് ഒക്കെ അടിപൊളിയാണ്. നമുക്കിത് ശരിക്കും ഫോണിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അവരുടെ ഫൈറ്റ് സീനാണെങ്കിലും ഇമോഷൻസ് ആണോ ഒക്കെ നമുക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ഈ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീമോൺസ് ഉണ്ട്. ആ ഡീമോൺസിന് ഇല്ലാണ്ടാക്കുന്ന ഡീമോൺസ് ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഡീമോൺസിന് നല്ല പവേഴ്സ് ഉണ്ട് കേട്ടോ. ഡീമോൺസ് റാങ്കിങ് ആയിട്ടാണ് പോണത്. ഡീമോൺ സ്ലേയേഴ്സ് എന്ന് വെച്ചാൽ അവർക്കും റാങ്കിങ് ആണ്. അതായത് ഹാഷിറ എന്ന് പറയുന്നതാണ് ഡീമോൺ സ്ലേയേഴ്സിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് റാങ്കിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഉണ്ട്, മീഡിയേറ്റ് ഉണ്ട്, അങ്ങനെ ടോപ്പ് ലെവൽ അങ്ങനെ പോണ ടീമുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഡീമോൺ സ്ലേയേഴ്സ് ഡീമണുകൾ, അതായത് ഡീമണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെ ഡീമോൺസ് ആക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോരുത്തർ കടിച്ച് അല്ലെങ്കിൽ ഒരാളെ മുറിവേപ്പിച്ച് അപ്പോൾ അവർ ഡീമണാവും. അങ്ങനെ ഡീമോൺസ് ആയിക്കൊണ്ടിരിക്കും. ആ ഡീമോൺസിൽ തന്നെ അവർക്കും ഏറ്റവും വലിയ ടോപ്പ് റാങ്കിങ്ങുകളൊക്കെ ഉണ്ട്. അതായത് അവർക്ക് റാങ്ക് ഉണ്ട് 1, 2, 3 അങ്ങനെ റാങ്ക് വൈസ് ആണ് അവരുടെയും പോണത്. അവർക്ക് ഇപ്പോൾ അവരുടെ ഡീമോൺ സ്ലേയേഴ്സിൻ്റെ നമുക്ക് ഡീമണെ ആദ്യം തന്നെ കാണിക്കും കേട്ടോ. അതിൽ ഫസ്റ്റത്തെ കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഡീമൺ ഏതാണ് മെയിൻ ഡീമൺ, അതായത് എല്ലാ ഡീമണുകളും ഉണ്ടാക്കുന്ന ഡീമൺ മൂസ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അവനാണ് മെയിൻ വില്ലൻ. അപ്പോൾ അവനെ ഇല്ലാണ്ടാക്കണയാണ് നമ്മൾ ലാസ്റ്റ്, അവൻ ഇല്ലാണ്ടാക്കണ വരെ എത്തണയാണ് നമ്മുടെ കഥ. അപ്പോൾ ഡീമോൺ സ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്ത്, അപ്പോൾ നമ്മുടെ ടാഞ്ചറോ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. അപ്പോൾ ഇവൻ്റെ കുടുംബത്തിനെ ഇവൻ്റെ കുടുംബത്തിന് ഈ ഡീമോൺസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും ഇവൻ വീട്ടിലില്ലാത്ത സമയത്ത്. അങ്ങനെ കുടുംബത്തിൽ ഇവൻ്റെ അച്ഛനെയും അമ്മേനെയും ഇവൻ്റെ അനിയത്തിനെയും അനിയനെയും ഒക്കെ കൊല്ലും. ബാക്കി ഉണ്ടാവുക ഇവൻ്റെ ഒരു ഒറ്റ അനിയത്തിയുണ്ട്, നെസുക്കോ എന്ന് പറഞ്ഞ അനിയത്തി. അവൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ രക്ഷിക്കാൻ വേണം എന്ന് വെച്ചാൽ ഇവന് റിവെഞ്ച് എടുക്കാൻ വേണം, ഈ ഡീമോൺസിനെ ഇല്ലാണ്ടാക്കാൻ വേണം. അങ്ങനെയാണ് ഇവൻ ഈ ഡീമൺ സ്ലെയർ ആയിട്ട് ഇവൻ ജോയിൻ ചെയ്യണത്, ട്രെയിൻ ചെയ്യണത്. ഫസ്റ്റത്തെ സീസണിൽ ഇവൻ ട്രെയിൻ ചെയ്ത് ആ പവറിലേക്ക് നേടണ ഒരു ലെവലും പിന്നെ അതിനുശേഷം ഇവർ കുറച്ച് ഡീമോൺസിനെ കൊല്ലണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റത്തെ സീസണിൽ പോണത്. അത് കഴിഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോകണം, നല്ല രീതിക്ക് പോകുന്ന ഒരു പ്ലോട്ടിംഗ് ആണ്. നമുക്ക് എൻഗേജിങ് ഒന്നുമില്ല. ഇവരുടെ ട്രെയിനിങ് ആർക്കാണെങ്കിലും ഇവരുടെ ഫൈറ്റ്സ് ഡീമോൺസിനെ കൊല്ലണതൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് പോകണം. അപ്പോൾ നമുക്ക് ശരിക്കും എൻഗേജിങ് ആയിട്ട് തോന്നുന്നു. കാരണം ഓരോ തവണ ഇവൻ ഓരോ ഡീമനെ കൊല്ലും തോറും റാങ്ക് കൂടിയ ഡീമണുകളാണ് ഇവൻ്റെ അടുത്തേക്ക് വരുന്നത്. ചില സമയത്ത് ഇവൻ ഒറ്റയടിക്ക് വലിയ റാങ്കിലത്തെ ഡീമൺ വരും ഇവൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഭയങ്കര സീനാട്ടോ, നല്ല രീതിക്ക്. അപ്പോൾ നമുക്ക് കാരണം ഇവനക്ക് ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ സ്റ്റൈല്, വിൻ സ്റ്റൈല്, ബ്രീത്തിങ് സ്റ്റൈല്, അങ്ങനെ കുറച്ച് സ്റ്റൈലുകളാണ്. അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റികളാണ് നമ്മുടെ ഡീമൺ സ്ലേയേഴ്സിൻ്റെ സ്റ്റൈലായിട്ട് വരാം. നമ്മുടെ നാട്ടിലുള്ളത് ബ്രീത്തിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇവന് കുറേ എന്തോ സ്റ്റോറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാത്തത് നമ്മുടെ കഥയിൽ കാണിക്കണ അല്ലെങ്കിൽ ഇവനക്ക് അറിയുന്ന കഥകളല്ലാണ്ട് ഇവനെ കുറിച്ചുള്ളതിൽ കുറേ കഥകൾ ഇവൻ അറിയാത്തതുണ്ട്. അതൊക്കെ എന്താണെന്നിങ്ങനെ ഒരു സ്റ്റോറി പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഡീമൺസിനാണെങ്കിലും നമ്മുടെ ഡീമൺ സ്ലേയേഴ്സിനാണെങ്കിലും അവരെന്തുകൊണ്ടാണ് ഡീമൺ സ്ലേയേഴ്സ് ആയി എന്നുള്ള കഥയുണ്ട്. ഡീമൺസ് എന്തുകൊണ്ടാണ് അവർ ഡീമൺ അവൻ ചൂസ് ചെയ്തതെന്നുള്ള കഥകളുണ്ട്. കാരണം അപ്പോൾ അവരുടെ ബാക്ക് സ്റ്റോറി ഓരോരുത്തർക്കും എല്ലാവർക്കും ബാക്ക് സ്റ്റോറി കൊടുക്കും കേട്ടോ. പിന്നെ ഇവർക്ക് ഈ ഫസ്റ്റ് സീസണിൽ വരുമ്പോൾ തന്നെ ഇവർ കണക്ട് ആവണതാണ്. ഇവരുടെ ഇനോസുക്കിയും സെനിറ്റ്സും എന്ന് പറഞ്ഞ 2 പേര് നമ്മുടെ ടാഞ്ചറോനെ പോലെ തന്നെ അവരും ഇതിലേക്ക് ഡീമോൺ സ്ലെയർ ആയിട്ട് ചേർന്നതാണ്. അവർക്കും ട്രെയിനിങ് ആർക്കുണ്ട്. അപ്പോൾ അവർ നല്ല രസമാണ്. അവരൊക്കെയാണ്, അതായത് കോമഡി എലമെന്റ്സ് കൊണ്ടുവരുന്നത് അവരാണ്. പക്ഷേ നമ്മുടെ ജെനിറ്റ്സുവിൻ്റെ ഒരു സൈഡ് ഉണ്ട്. അത് ജെനിറ്റ്സ് നമ്മൾ ഉഴപ്പി നടക്കണ ഫുള്ള് ഒരു മടിയൻ പേടിത്തൊണ്ടനൊക്കെയാണ്. പക്ഷേ ജെനിറ്റ്സുവിന് പെട്ടെന്നൊരു സംഭവമുണ്ട്. ജെനിറ്റ്സു ഫൈറ്റ്സ് ഇറക്കാൻ സമയത്ത് ഉറങ്ങിപ്പോകും. പക്ഷെ ജെനിറ്റ്സു ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റൈല് ജെനിറ്റ്സുവിന് അറിയുള്ളൂ. പക്ഷേ ആ ഒരു ഒറ്റ സ്റ്റൈൽ വെച്ച് ജെനിറ്റ്സു അടിക്കണായിട്ടില്ല. കാരണം അവന് പോലും അറിയില്ല അവനെ അടിച്ചതെന്ന്. കാരണം അവൻ തന്നെ വണ്ടടിച്ചിരിക്കും, ഉറക്കുന്നതായിരിക്കും ഇതാരെ കൊന്ന്. കാരണം അങ്ങനെയാണ്, അവനക്ക് പേടിത്തണ്ട്. അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതൊക്കെ ഇനി വരും സീസണുകളിൽ അവരിങ്ങനെ കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അത്രയ്ക്ക് നല്ല രീതിക്ക് പോകുന്ന ഒരു പ്ലോട്ടിങ് സ്റ്റോറിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സീസണുകളൊക്കെ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യണതാണ്, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ള റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഏതെങ്കിലും ആനിമേനെ കുറിച്ച് റിവ്യൂ ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ പറഞ്ഞ ആനിമേനെ കുറിച്ചുള്ള റിവ്യൂകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കൺ അടിച്ചു വെച്ചു ആവശ്യം വരുന്നേ. ബൈ ബൈ.